നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി എത്തി. അർജൻറ്റീന ടീം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ടീം ക്യാമ്പിൽ എല്ലാവരും ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയിലാണ് അർജൻറ്റീനയുടെ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാൻസാസിൽ സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റി ക്ലബ്ബ് നമുക്കറിയാമല്ലോ, MLS കളിക്കുന്ന ആ ക്ലബിൻ്റെ ട്രെയിനിങ് സെൻറ്ററിലാണ് അർജൻറ്റീന ടീമിൻ്റെ ക്യാമ്പ് ഉള്ളത്. എല്ലാ താരങ്ങളും എത്തി. ആദ്യം കുറേ താരങ്ങൾ അർജൻറ്റീനയിൽ നിന്ന് നേരിട്ട് അങ്ങോട്ടേക്ക് എത്തി. അതിനുശേഷം പിന്നെ മെസ്സിയും ഡീപോളും ഇതാ ജോയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ എത്താനുണ്ടായിരുന്ന 1-2 താരങ്ങളുണ്ടായിരുന്നു, അവർ കൂടി ജോയിൻ ചെയ്ത് അർജൻറ്റീന ടീം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്തു ഗാസ് നെഡൂല്. വിശദമായിട്ട് നമ്മൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അതായത് ലയണൽ മെസ്സിയും റോദ്രിഗോ ഡീപോളും ഒരുമിച്ച്, ഇന്റർ മയാമിയുടെ കളിക്കാരാണല്ലോ രണ്ടുപേരും, അതുകൊണ്ട് അവർ ഒരുമിച്ച് ഈ ഒരു ക്യാമ്പിലേക്ക് ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് എത്തിയത്. അതേസമയം മറ്റു താരങ്ങൾ ജെറോണിമോ റുള്ളി, നിക്കോളാസ് ടാഗ്ലിയഫിക്കോ, വാലന്റിൻ ബാർക്കോ, നിക്കോ പാസ്, ഹൂലിയൻ ആൽവരസ്, എൻസോ ഫെർണാണ്ടസ്, നിക്കോളാസ് ഗോൺസാലോ മൊണ്ടീൽ, ലിയാൻഡ്രോ ബലേഡി, ജിയോവാനി ലോച്ചെൽസു, നിക്കോളാസ് ഓട്ടാമെൻഡി, നാഹുൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, ഹൊസെ മാനുൽ ലോപ്പസ്, ലിയാൻഡ്രോ പരഡസ്, ഊലിയാനോ സിമിയോണി, ഇസിക്കിയൽ പലാസിയോസ്, തിയാഗോ അൽമൈഡ. ഇവർ അർജൻറ്റീനയിൽ നിന്ന് നേരിട്ട് ബ്യൂണസ് അയേഴ്സിൽ നിന്ന് വിമാനത്തിൽ കാൻസാസിലേക്ക് എത്തുകയായിരുന്നു. AR-1978 ഫ്ലൈറ്റിലാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അതായത് 1978 ആദ്യമായിട്ട് അർജൻറ്റീന കിരീടം ചൂടിയത്. അപ്പോൾ അതുകൂടി ദ്യോതിപ്പിക്കുന്ന തരത്തിൽ സിംബോളിക്കായിട്ടുള്ളൊരു നമ്പറായിരുന്നു ആ ഫ്ലൈറ്റിനുണ്ടായിരുന്നത്. ഏതായാലും അതിനുശേഷം ലൗട്രോ മാർട്ടിനസ് US എത്തിയിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസും ദെബി മാർട്ടിനസും പിന്നാലെ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ടീം ഇനി അവിടുത്തെ ഒറിജിൻ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതിൻ്റെ ഇനാഗുറേഷൻ ഈ താരങ്ങളെ വെച്ച് ചെയ്യാനാണ് ഏതായാലും അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ ആ കാൻസാസ് സിറ്റിയുടെ ട്രെയിനിങ് സെൻറ്ററിലായിരിക്കും അർജൻറ്റീനയുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നാളെ ആരംഭിക്കും. ഇന്ന് താരങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. നാളെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച അവർ ടെക്സസിലേക്ക് ട്രാവൽ ചെയ്യും. ശനിയാഴ്ച ഹോണ്ട്രാസുമായിട്ട് അവർക്ക് ഫ്രണ്ട്ലി മത്സരമുണ്ട്. ഞായറാഴ്ച അവർ ടെക്സാസിൽ ട്രെയിനിങ് നടത്തും. പിന്നെ അവർ തിങ്കളാഴ്ച അലബാമയിലേക്ക് പോകും. അവിടെ അവർക്ക് മത്സരമുണ്ട്, ഐസ്ലൻഡിനെതിരെയുള്ള മത്സരമുണ്ട്. ആ മത്സരം 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ തിരികെ പിന്നെ കാൻസാസ് സിറ്റിയിലേക്ക് തന്നെ എത്തും. അവിടെയാണ് പിന്നീട് അവരുടെ വേൾഡ് കപ്പിനുള്ള ഫൈനൽ പ്രിപ്പറേഷൻ നടക്കുന്നത്. അൾജീരിയക്കെതിരെയുള്ള ആദ്യ മത്സരം നടക്കും ജൂൺ 16. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.